പുല്ലൂർ സെന്റ് സേവിയേഴ്സ് പള്ളിയുടെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള സുവർണമൊഴികൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നത് വിൻസെന്റ് പാറേക്കാട്ടിൽ. സെന്റ് സേവിയേഴ്സ് പുണ്യവാളനോടും സ്ഥലം മാറിപ്പോയ ഫാദർ ജോയ് വട്ടോളി അച്ഛനോടും ഇടവക വികാരി അച്ഛനോടും അസിസ്റ്റന്റ് വികാരി അച്ഛനോടും ബാക്കി എല്ലാവരോടും കൂടി ഇത് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇത് ശ്രവിക്കുന്നവർക്ക് ഇത് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള മാർഗമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏകദേശം 3200 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ എത്തിച്ചേർന്ന യാക്കോബ് അഥവാ ഇസ്രായേലും കുടുംബവും അവിടെ വളർന്നു ഒരു വലിയ ജനതയായി തീർന്നു. ഈജിപ്ത് ഭരണാധികാരികൾക്ക് ഇസ്രായേൽ ജനതയെ ഭയമായി. അതുകൊണ്ട് അവർ ഇസ്രായേൽ ജനതയെ അടിമകളാക്കി പീഡിപ്പിച്ചു. പീഡനം സഹിക്കവയ്യാതെ ഇസ്രായേൽ ജനത ദൈവത്തെ വിളിച്ച് ആരാധിച്ചു. ദൈവം മോശയിലൂടെ അവരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് പുറപ്പാട്. കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട ഇസ്രായേൽ ജനതയുമായി സീനായി മലയിൽ വെച്ച് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഉടമ്പടിയുടെ നിബന്ധനകളാണ് പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ പ്രമാണങ്ങളുടെ പൂർത്തീകരിച്ച രൂപമാണ് ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന 10 കൽപ്പനകൾ. ഈ പഴയ പ്രമാണങ്ങളിൽ പറയുന്നു, നിങ്ങൾ ഈ കൽപ്പനകൾ ലംഘിച്ച് എന്നെ വെറുത്താൽ നിങ്ങളുടെ 3ഉം 4ഉം തലമുറ വരെ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. ഈ കൽപ്പനകൾ അനുസരിച്ച് എന്നെ സ്നേഹിച്ചാൽ നിങ്ങളുടെ 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഇത് പ്രകാരം മാതാപിതാക്കളുടെ പാവങ്ങൾക്ക് മക്കൾ ഉത്തരവാദികളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് അറിയാമല്ലോ. ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ പിശാച് തോറ്റോടുന്ന 2 കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഫാദർ ഡാനിയൽ അച്ഛന്റെ യൂട്യൂബിൽ ഉള്ള വിശകലനം കേൾക്കുക ഉപകരിക്കും. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനതയെ അടിമകളാക്കി ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പുരോഹിതനായിരുന്നു എസെക്കിയേൽ. സ്വർഗീയ ദർശനം ലഭിച്ച ആളായിരുന്നു എസെക്കിയേൽ. ഇസ്രായേൽ ജനതയുടെ പാവങ്ങൾ കാരണമാണ് അവർ അടിമകളായി ബാബിലോണിലേക്ക് പോകേണ്ടി വന്നത്. സ്വർഗീയ ദർശനം ലഭിച്ചതിന്റെ ഒരു ഭാഗമാണ് നാം ഇവിടെ വിചിന്തനം ചെയ്യുന്ന 3-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ. ദൈവദൂതൻ ഒരു ചുരുൾ ഭക്ഷിക്കുവാൻ കൊടുത്തു. അത് തേൻ പോലെ മധുരമുള്ളതായിരുന്നു. ദൈവം തന്ന കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ വരുവാൻ പോകുന്ന കഷ്ടപ്പാടുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത ഇത് കേൾക്കുകയില്ല, കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്തിട്ട് നീ ഇത് അവരെ അറിയിക്കുക. സമീപകാലത്തും മാതാവിലൂടെയും ഈശോ മുഖേനയും പല മുന്നറിയിപ്പുകളും നമുക്ക് തരുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ ഗോത്ര കലാപത്തിൽ 5 ലക്ഷത്തിന് മുകളിൽ ജനങ്ങൾ കൊല്ലപ്പെട്ടു. അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാതാവും അതിനുശേഷം യേശു ക്രിസ്തുവും പല സന്ദേശങ്ങളിലൂടെയും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ദ ബോയ് ഹു മെറ്റ് ജീസസ് എന്ന പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. അതുപോലെ കേരളത്തിലും മാതാവിന്റെയും ദൈവികാരന്റെ യേശുവിന്റെയും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. പാപത്തിൽ നിന്ന് അകന്ന് അനാവശ്യ ദൂർത്തും ആഡംബരവും അഹങ്കാരവും ഉപേക്ഷിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ ആരാധിച്ച് പൂജിച്ച് ജീവിച്ചില്ലെങ്കിൽ ഒരു വലിയ വിപത്ത് നമുക്ക് സംഭവിക്കാം. യേശു ക്രിസ്തു വെള്ളത്തിന് മീതെ നടക്കുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു, പിന്നെ ശരീരമാകുന്ന അപ്പം ഭക്ഷിക്കുന്നതിനെ പറ്റിയുമാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ 60 മുതൽ 69 വരെയുള്ള ഭാഗങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത്. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നുമില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഈ വചസ്സുകൾ കേട്ടപ്പോൾ പലരും വിട്ടുപോയി. ബാക്കി വന്ന 12 പേരോട് യേശു ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ?
അപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലൂടെ ഒരു വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ജീവന്റെ അപ്പം എന്നും ഭക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ജീവനുള്ളവരാക്കുക എന്നതാണത്. രക്ഷ പ്രാപിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇതിനെ പറ്റിയാണ് പറയുന്നത്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മനുഷ്യരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന ഒരു വലിയ സത്യമാണ് ഈ ഭാഗത്ത് ഊന്നി പറയുന്നത്. ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉപസംഹരിക്കുന്നു.